പണ്ടൊക്കെ ഈ ഓഫ്സെറ്റ് പ്രിൻറ്റിംഗ് എന്ന മാർഗത്തിലൂടെ മാത്രമേ പുസ്തകം അടിക്കാൻ പറ്റൂ. അപ്പോൾ 1000 കോപ്പിയോ 2000 കോപ്പിയോ പുസ്തകം പ്രസിദ്ധീകരിക്കേണ്ടി വരും. അപ്പോൾ അതിൻ്റെ എക്സ്പെൻസ് ചിലവ് വളരെ കൂടുതലാണ്. അപ്പോൾ പലർക്കും പുസ്തകം പ്രസിദ്ധീകരിക്കണം എന്ന് ആഗ്രഹം ഉണ്ടെങ്കിലും അവർക്ക് പ്രസിദ്ധീകരിക്കാൻ പറ്റാതെ വരും. അപ്പോൾ അറിയപ്പെടുന്നതോ നന്നായി ചിലവാകുന്നോ എഴുത്തുകാരുടെ പുസ്തകം മാത്രമേ പബ്ലിഷേഴ്സ് പ്രസിദ്ധീകരിക്കുകയുള്ളൂ. ഇന്ന് ആ ഒരു രീതി മാറി. ഇന്ന് പ്രിൻ്റ് ഓൺ ഡിമാൻഡ് എന്ന രീതി വന്നു. POD എന്ന് പറയും. എന്നുവെച്ചാൽ നമുക്ക് ആവശ്യമുള്ള കോപ്പി 10, 15, 50, 100 കോപ്പി വേണമെങ്കിൽ പ്രിൻ്റ് ചെയ്ത് ഒരു പുസ്തകം പ്രസിദ്ധീകരിക്കാൻ സാധിക്കും. അത് വലിയൊരു വിപ്ലവമാണ് ശരിക്കും. പ്രസിദ്ധീകരണ രംഗത്തുണ്ടായ വലിയൊരു ചുവടുവയ്പ്പാണ്. അപ്പോൾ പലർക്കും എഴുതാൻ വാസനയുള്ളവർക്കും അവരുടെ ഒരു പുസ്തകം പ്രസിദ്ധീകരിച്ച് കാണണം എന്ന് തോന്നുമ്പോൾ പെട്ടെന്ന് തന്നെ പുസ്തകം പ്രസിദ്ധീകരിക്കാൻ സാധിക്കും. അതാണ് ഇപ്പോഴത്തെ ഏറ്റവും വലിയൊരു മാറ്റം വന്നത്. അതുകൊണ്ട് തീർച്ചയായിട്ടും അങ്ങനെ പ്രസിദ്ധീകരിക്കപ്പെടുമ്പോൾ അതിനനുസരിച്ച് വായനക്കാരുണ്ടാവുമല്ലോ. കാരണം ഒരാളൊരു പുസ്തകം പ്രസിദ്ധീകരിക്കുമ്പോൾ അങ്ങേരുടെ സുഹൃത്ത് വലയത്തിലും ബന്ധുക്കളും പരിചയക്കാരും എല്ലാവരും തന്നെ അത് വായിക്കും. അപ്പോൾ സ്വാഭാവികമായിട്ട് ആ പുസ്തകത്തിലെ കണ്ടൻറ് എന്താണെന്നോ അത് സീരിയസ് റീഡിംഗ് ആണോ അതൊന്നുമല്ല പ്രധാനപ്പെട്ട ഒരു വിഷയം വരുന്നത്. വായനയെ അത് തീർച്ചയായിട്ടും ഈ ഒരു രീതിയിലുള്ള പ്രസിദ്ധീകരണങ്ങൾ പ്രോത്സാഹിപ്പിക്കുന്നുണ്ട്. അത് വലിയ മാറ്റമാണ് ഇന്നത്തെ കാലത്ത്.